മീരെ, ഇവരുടെ ജാതകത്തിലെ 2 വിവാഹത്തിനുള്ള യോഗം കാണും. ആഹാ, എനിക്കതാ മനസ്സിലാവാത്തെ. 2 കിട്ടാനുള്ള യോഗം ദൈവം കൊടുത്തപ്പോഴേ രണ്ടാമത്തെ തവണയെങ്കിലും ആളിനെ ഒന്ന് മാറ്റി പിടിക്കായിരുന്നു അല്ലേ സന്ധ്യ? നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ അർച്ചനെ? ആ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം തീരുമാനിച്ചു പോയില്ലേ. ഇനി ഇങ്ങനെ ഒരു ചാൻസ് വന്നാ അന്നേരം നമുക്ക് ആലോചിക്കാം. ആഹാ, അത് ശരി. അപ്പൊ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇതുപോലെ സച്ചേട്ടന്റെ മനസ്സിലും ആഗ്രഹങ്ങളൊക്കെ കാണും. ഒന്ന് പോവെണ്ണേ. ആ, ആണുങ്ങളുടെ മനസ്സേ അങ്ങനെയാ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ചെന്ന് ചോദിക്കാം സച്ചിനോട്. നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടേ പോകുന്നേ? ഒരവസരം കിട്ടിയപ്പോ അതങ്ങ് മുതലാക്കുക അല്ലേ? പിന്നെ അല്ലാതെ ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ. സ്വഭാവം ഞങ്ങളുടെ ഏട്ടനെ കുറിച്ച് കുറ്റം പറഞ്ഞുണ്ടല്ലോ. ഓ, പിന്നെ ഒരു ഏട്ടൻ. എടി എടി, ആഹാ, എല്ലാരും കൂടെ എന്റെ ചെറുക്കന്റെ കുറ്റം പറയാണല്ലേ? മീരെടുത്തിയാ? ഈ മീരെടുത്തി പറയാണേ അനൂപേട്ടന് കാട്ടുപോത്തിന്റെ സ്വഭാവമാണ്. ഞാനോ? എന്റെ അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ തന്നെ എന്റെ അനൂപേട്ടനെ കുറിച്ച് ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്റെ അനൂപേട്ടനെ തങ്കം അല്ലേ അമ്മേ? വേണ്ട വേണ്ട എന്റെ പൊന്നുമോളെ, അധികം വിളച്ചെടുക്കല് കേട്ടോ. നീ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, എന്റെ ചെറുക്കനെ കുറ്റം പറഞ്ഞാണ്ടോ നിന്നെ ഞാൻ ശരിയാക്കും, പറഞ്ഞേക്കും. അല്ലെങ്കിലും അമ്മ എപ്പോഴും മോന്റെ പക്ഷത്താണല്ലോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പക്ഷവും ഇല്ല. സച്ചിയും അനൂപും നന്ദനും സന്ദീപും എല്ലാരും എനിക്ക് ഒരുപോലെയാ.